നമസ്കാരം. ഇക്കഴിഞ്ഞ ദിവസം സ്കൂളുകൾ തുറന്നു. വിദ്യാർത്ഥികളെല്ലാം സന്തോഷത്തോടുകൂടി വിദ്യാലയങ്ങളിലെത്തി. ആദ്യ ദിവസത്തെ ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞവർ മടങ്ങിപ്പോയി. അതുകൊണ്ട് മാത്രം വലിയൊരു ദുരന്തം ഇന്നലെ തിരുവനന്തപുരത്ത് ഒഴിവായി. തിരുവനന്തപുരത്ത് അട്ടക്കുളങ്ങര സെൻട്രൽ ഹൈസ്കൂളിൻ്റെ ഒരു ഭാഗം ഇന്നലെ വൈകുന്നേരം 5 മണിയോടുകൂടി തകർന്നു വീണു. കൃത്യമായിട്ട് വിദ്യാർത്ഥികൾ ഇല്ലായിരുന്നതുകൊണ്ട് വലിയൊരു ദുരന്തം ഒഴിവായി. തന്നെയുമല്ല, ക്ലാസ് മുറിയുടെ ഭാഗമല്ല, SSI കെട്ടിടത്തിൻ്റെ ഒരു ഭാഗമാണ് തകർന്നു വീണത്. ഈ സ്കൂൾ കെട്ടിടത്തെ സംബന്ധിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം, സമീപകാലത്ത്, അതായത് ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് 3-3.5 കോടി രൂപയോളം ചിലവഴിച്ച് നവീകരിച്ചൊരു വിദ്യാലയമാണ് ഈ അട്ടക്കുളങ്ങര സെൻട്രൽ സ്കൂൾ. ഈ സെൻട്രൽ സ്കൂളിനെ സംബന്ധിച്ച് ഇപ്പോൾ വലിയ വിവാദങ്ങൾ. തിരുവനന്തപുരം നഗരസഭ ഈ വിഷയത്തിൽ അന്വേഷണം വേണമെന്നുള്ള ആവശ്യം ശക്തമായി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മേയർ VV രാജേഷ് തന്നെ ഈ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ മുൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പതിവ് പോലെ അദ്ദേഹത്തിൻ്റെ തൊടിന്യായങ്ങളുമായി എത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് സ്കൂളിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകേണ്ടത് കോർപ്പറേഷനാണ്, നഗരസഭയാണ്, അതുകൊണ്ട് നഗരസഭയുടെ വീഴ്ചയാണിത്. അപ്പോൾ ഈ 3.5 കോടി രൂപയോ 3.5 കോടി രൂപ മുടക്കി നടത്തിയ നവീകരണ പ്രക്രിയകൾ എന്തിനായിരുന്നു എന്നുള്ള ചോദ്യം അദ്ദേഹത്തോട് ആരും ഉയർത്തിക്കണ്ടില്ല. പക്ഷേ നമ്മൾ ഈ അവസരത്തിൽ അത് ഉയർത്തുകയാണ്. കാരണം ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം ആധുനികവൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞു. 5 സ്റ്റാർ ഹോട്ടലുകളാണോ ഇത് എന്നുള്ള ചോദ്യം പലരും എന്നോട് തന്നെ ചോദിക്കുന്നു. അത് കേട്ടിട്ട് ഞാൻ തന്നെ ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് എന്നെ തന്നെ തൊഴുത് ബഹുമാനിച്ചു പോയി എന്നുള്ള രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയതും ഈ വിദ്യാഭ്യാസ മന്ത്രിയായി കുറച്ച് കാലം മുൻപ് വരെ, 1 മാസം മുൻപ് വരെ കേരളത്തെ വാണിരുന്ന വി ശിവൻകുട്ടി സഖാവ് തന്നെയായിരുന്നു. ആ ശിവൻകുട്ടി സഖാവ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കോർപ്പറേഷൻ നൽകുന്നതിൽ കോർപ്പറേഷൻ പരാജയപ്പെട്ടു എന്ന് തന്നെ ഇരിക്കട്ടെ. പക്ഷേ ഈ 3.5 കോടി രൂപ എവിടെ പോയി എന്നുള്ളൊരു ചോദ്യം വരട്ടെ. കോർപ്പറേഷനിലേക്ക് നമുക്ക് വരാം. കാരണം 4 മാസങ്ങളെ ആയിട്ടുള്ളൂ തിരുവനന്തപുരത്ത് BJPയുടെ നേതൃത്വത്തിലുള്ള നഗരസഭ ഒരു ഭരണസമിതി നിലവിൽ വന്നിട്ട്. ഈ 4 മാസങ്ങൾക്ക് മുൻപ് കമ്മ്യൂണിസ്റ്റുകാരുടെ ഭരണത്തിൽ തന്നെയായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷനും കേരള സർക്കാരും. അപ്പോൾ ഈ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അക്കാലത്തൊന്നും വേണ്ടായിരുന്നു. ഈ 3 കോടി രൂപ മുടക്കിയുള്ള നവീകരണ പ്രവർത്തനങ്ങൾ, എന്ത് നവീകരണ പ്രവർത്തനങ്ങളാണ് അവിടെ നടത്തിയത്? 3 കോടി രൂപ എന്നുള്ളത് ഈ അട്ടക്കുളങ്ങര സെൻട്രൽ സ്കൂൾ പോലുള്ളൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തെ കൃത്യമായി തന്നെ എല്ലാ കെട്ടിടങ്ങളെയും ശക്തിപ്പെടുത്തി, അല്ലെങ്കിൽ പുതിയ കെട്ടിടങ്ങൾ തന്നെ നിർമ്മിച്ച് തീർക്കാവുന്ന തരത്തിലുള്ള ഒരു തുകയാണ് എന്നുള്ള കാര്യത്തിൽ അട്ടക്കുളങ്ങര നിവാസികൾക്കെങ്കിലും സംശയമുണ്ടാവില്ല. കാരണം ആ സ്കൂൾ കണ്ടിട്ടുള്ളവർക്കെങ്കിലും. അങ്ങനെയുള്ളൊരവസരത്തിൽ ഇത്തരത്തിലുള്ളൊരു അപകടം വലിയൊരു ദുരന്തമായേക്കാമായിരുന്നൊരു അപകടം. ആലോചിച്ച് നോക്കൂ, ഇന്നലത്തേന് പകരം 2-3 ദിവസങ്ങൾ കഴിഞ്ഞ് വിദ്യാർത്ഥികൾ സ്കൂളിലുള്ള ഒരു സമയത്താണ് ഇത് തകർന്നു വീണിരുന്നതെങ്കിൽ എന്ത് വലിയ ദുരന്തമായതിനെ ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ നാം അഭിമുഖീകരിക്കേണ്ടി വരുമായിരുന്നത്. അത്തരത്തിലുള്ളൊരു ദുരന്തം ഉണ്ടായതിനു ശേഷം വീണ്ടും ആരോപണ പ്രത്യാരോപണങ്ങളുമായി VV രാജേഷ് രംഗത്തിറങ്ങിയിട്ടും കാര്യമില്ല, വി ശിവൻകുട്ടി അതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചിട്ടും കാര്യമില്ല. പക്ഷേ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ മറ്റേതെങ്കിലും വിദ്യാലയങ്ങളിലുണ്ടോ എന്നുള്ളത് പരിശോധിക്കുവാൻ ഇതൊരു വഴിയാകുമെങ്കിൽ, അല്ലെങ്കിൽ അതിനുള്ളൊരു മാർഗം ഇത് തുറക്കുമെങ്കിൽ വളരെ നല്ലൊരു കാര്യമാണ്. കാരണം അഴിമതികൾ എവിടെയൊക്കെ നടന്നിട്ടുണ്ടെന്ന് ഉള്ളത് പുറത്തു വരുമെന്നുള്ളത് മാത്രമല്ല, സുരക്ഷാ നടപടികൾ ക്രിയാത്മകമായി കൈക്കൊള്ളുവാനും അത്തരത്തിലൊരു പ്രക്രിയ നമ്മെ സഹായിക്കുമെന്നുള്ള കാര്യം തീർച്ചയാണ്. അതിനോടൊപ്പം തന്നെ അഴിമതികൾ നടന്നിട്ടുണ്ടെങ്കിൽ, കാരണം 3 കോടി രൂപ 3.5 കോടി രൂപ എന്ന് പറയുന്നത് നിസ്സാരമായൊരു തുകയായിരിക്കാം. വലിയ നിക്ഷേപങ്ങൾ ജനങ്ങളെ വെട്ടിച്ച് ദുബായിലല്ലേ, എല്ലാ വിദേശയാത്രകൾക്കിടയിലും ദുബായിലൊരു അങ്ങോട്ട് പോകുമ്പോഴോ ഇങ്ങോട്ട് വരുമ്പോഴോ ദുബായിലൊന്നിറങ്ങി വിശ്രമിച്ച് വലിയ നിക്ഷേപങ്ങൾ അവിടെ നടത്തി തിരിച്ചു വരുന്ന രാഷ്ട്രീയ നേതാക്കളെ സംബന്ധിച്ച് 3 കോടിയും 3.5 കോടിയുമൊക്കെ നിസ്സാര തുകയായിരിക്കാം. പക്ഷേ നികുതി അടയ്ക്കുന്ന ജനങ്ങളെ സംബന്ധിച്ച് ഓരോ രൂപയും അവരുടെ നികുതിയിൽ നിന്ന് എന്തിന് ചിലവാക്കുന്നു എന്നുള്ളത് അറിയുവാനുള്ളൊരു അവകാശം അവർക്കുണ്ട്. അല്ലെങ്കിൽ അത് അവരുടെ നികുതിപ്പണം ഏറ്റവും ചുരുങ്ങിയത് ദുർവിനിയോഗം ചെയ്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ ഈ ഭരണകർത്താക്കൾ അടിച്ചു മാറ്റുന്നില്ല, മോഷ്ടിക്കുന്നില്ല എന്നുള്ളത് അറിയുവാനുള്ള അവകാശമെങ്കിലും പൊതുജനങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്കൂളിനെ സംബന്ധിച്ച് സ്കൂളിൻ്റെ നവീകരണത്തിനായി ചിലവാക്കിയ 3.5 കോടി രൂപയോ അതിൻ്റെ ഓരോ രൂപയും എന്തിനു വേണ്ടി, എന്ത് നവീകരണത്തിന് വേണ്ടി വിനിയോഗിച്ചു എന്നുള്ളത് അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരേണ്ടത് ഇപ്പോഴത്തെ UDF സർക്കാരാണ്. ആ
ചുമതല അവർ കൃത്യതയോടെ നിർവഹിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം തിരുവനന്തപുരത്തിൻ്റെ നഗരപിതാവ് തന്നെ അത്തരത്തിലൊരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഇതിനപ്പുറത്തേക്ക് ഒരു നിർദ്ദേശമോ അല്ലെങ്കിൽ അപേക്ഷയോ മുന്നോട്ട് വയ്ക്കുവാൻ തൽക്കാലം തിരുവനന്തപുരത്ത് പൊതുജനങ്ങളുടെ ഇടയിൽ ആരുമില്ല. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ, പ്രതിപക്ഷ നേതാവ് തിരുവനന്തപുരത്ത് ഉണ്ടെങ്കിൽ പോലും എന്തായാലും അവരുടെ കാലത്ത് നടത്തിയ ഈ നവീകരണം ഞാൻ ഡബിൾ കോട്ട്സിലാണ് പറയുന്നത്, ഈ നവീകരണത്തെ സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം വേണമെന്ന് അദ്ദേഹം പറയുവാൻ പോകുന്നില്ല. വി ശിവൻകുട്ടി എന്തായാലും പറയുവാൻ പോകുന്നില്ല. മറ്റൊരു കാര്യം കൂടി പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്കായി പറയാം. വി ശിവൻകുട്ടി ഇപ്പോൾ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലാതെ തിരുവനന്തപുരത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി തിരുവനന്തപുരത്ത് നടക്കുവാൻ പോകുന്ന സകല പ്രശ്നങ്ങൾക്കും, മഴക്കാല ശുചീകരണം ഉൾപ്പെടെയുള്ള സകല പ്രശ്നങ്ങൾക്കും തിരുവനന്തപുരം നഗരസഭയെ പ്രതിക്കൂട്ടിൽ നിർത്താൻ അദ്ദേഹം ശ്രമിക്കും. തിരുവനന്തപുരം നഗരസഭയുടെ ഭാഗത്ത് നിന്ന് വീഴ്ചകൾ ഉണ്ടാകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതുവരെ മഴക്കാല ശുചീകരണത്തെ സംബന്ധിച്ച് വലിയ വീഴ്ചകളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് മുൻപുണ്ടായിട്ടുള്ള ചില അനാസ്ഥതകൾ കാരണം വെള്ളക്കെട്ട് എന്നുള്ളൊരു പ്രശ്നം ഇതുവരെ പൂർണ്ണമായി പരിഹരിക്കുവാനും അവർക്ക് സാധിച്ചിട്ടില്ല. പക്ഷേ അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സർക്കാരുമായി ചേർന്ന് തിരുവനന്തപുരം നഗരസഭ കൃത്യമായിട്ടുള്ള നടപടികൾ കൈക്കൊള്ളുന്നുണ്ട്. ഇപ്പോഴത്തെ സർക്കാരും അതിന് ഇതുവരെ ഈ നിമിഷം വരെ തിരുവനന്തപുരം നഗരസഭയുമായി സഹകരിച്ച് പോകുന്നുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഇനി വി ശിവൻകുട്ടിയിലേക്ക് തിരിച്ചു വന്നാൽ എന്തുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ തിരുവനന്തപുരത്ത് കറങ്ങി നടക്കുന്നു എന്ന് ആവർത്തിച്ച് പറഞ്ഞു എന്ന് ചോദിച്ചാൽ നിസ്സാരമാണ്. ട്രേഡ് യൂണിയനുകളുടെ ഇടയിലും ഈ ഒരു തൊഴിലാളി സംഘടനകളുടെ ഇടയിലും ഇടതുപക്ഷത്തിനുള്ള സ്വാധീനം ഉപയോഗിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഇനി ഉണ്ടാക്കാനുള്ള കുഴപ്പങ്ങളെല്ലാം, ഉണ്ടാക്കാവുന്ന രീതിയിലെല്ലാം അദ്ദേഹം ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം കൃത്യമായി തന്നെ പൊങ്കാല ശരിയായില്ല, അവിടെ ഇന്നലെ കഴിഞ്ഞ പൊങ്കാലയുടെ ഇഷ്ടികകൾ എടുത്തുകൊണ്ടുപോയി വീട് നിർമ്മിച്ചില്ല തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിക്കുവാനുള്ളൊരു ബൗദ്ധികമായിട്ടുള്ളൊരു നിലവാരം അദ്ദേഹത്തിനുള്ളത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കൊച്ചു കുഴപ്പങ്ങൾ മുതൽ വലിയ കുഴപ്പങ്ങൾ വരെ നഗരസഭയെ പ്രതി സൃഷ്ടിക്കാൻ അദ്ദേഹം ഇപ്പോൾ സർവതന്ത്ര സ്വതന്ത്രനാണ്. കാരണം പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ, നിയമസഭയിൽ പോകേണ്ട, തിരഞ്ഞെടുപ്പിൽ തോറ്റു, പാർട്ടിയിലും ഇപ്പോൾ വലിയ സ്ഥാനങ്ങളൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. തന്നെയുമല്ല തിരുവനന്തപുരം ജില്ലയുടെ ചുമതല വഹിക്കുന്നത് ഇപ്പോൾ ജോയി സഖാവാണ്. ജോയി സഖാവ് ആരാണ് എന്ന് തിരുവനന്തപുരത്ത് പുറത്തുള്ള സഖാക്കളല്ലാത്തവർക്ക് സംശയമുണ്ടെങ്കിൽ കൃത്യമായി പറഞ്ഞു തരാം. ED ഉദ്യോഗസ്ഥന്മാരെ ആക്രമിച്ച കമ്മിക്കൂട്ടങ്ങളെ നയിച്ചതും അല്ലെങ്കിൽ പാർട്ടി ഓഫീസിൽ സംരക്ഷിച്ച് പിടിക്കാൻ പോലീസിൻ്റെ മുമ്പിൽ നെഞ്ചും വിരിച്ച് നിന്നതും ഈ സഖാവ് തന്നെയാണ്. അതുകൊണ്ട് ജോയി സഖാവും ശിവൻകുട്ടി സഖാവും നല്ല ഒന്നാന്തരം ഒരു കോമ്പിനേഷനാണ്. VV രാജേഷ് നഗരപിതാവ് എന്നുള്ള നിലയിൽ തിരുവനന്തപുരത്തെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു ക്രിയാത്മകമായ നടപടി എടുക്കുന്നതിന് മുമ്പ് ഇക്കാര്യങ്ങളൊന്ന് മനസ്സിൽ ആവർത്തിച്ചുറപ്പിച്ച് ചിന്തിച്ചുകൊള്ളുക. കാരണം തടസ്സമായി ശിവൻകുട്ടി സഖാവും ജോയി സഖാവും മറ്റ് ട്രേഡ് യൂണിയൻ സഖാക്കളും നിങ്ങളുടെ മുൻപിലുണ്ടാകും. പക്ഷേ തിരിച്ച് പ്രധാന പ്രശ്നത്തിലേക്ക് വന്നാൽ അട്ടക്കുളങ്ങര സ്കൂൾ സംബന്ധിച്ചുള്ള ഒരു അന്വേഷണം എന്തുകൊണ്ട് ഇത്തരത്തിലൊരു തകർച്ച ആ കെട്ടിടത്തിന് ഉണ്ടായി, ഈ നവീകരണം എന്നുള്ളൊരു പ്രക്രിയ ആ കെട്ടിടത്തെ സംബന്ധിച്ച് ഉണ്ടായിട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ ഈ 3.5 കോടി രൂപ കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാർ അട്ടക്കുളങ്ങര സ്കൂളിൻ്റെ നവീകരണത്തിനായി ഉപയോഗിച്ചു എന്ന് പറയപ്പെടുന്നു. എന്ത് കാര്യത്തിനാണ് ആ നവീകരണത്തിന് വേണ്ടിയിട്ട് അത്തരത്തിലൊരു തുക ചെലവാക്കപ്പെട്ടിട്ടുള്ളത്? എന്ത് നവീകരണമാണ് സ്കൂളിൽ നടന്നിട്ടുള്ളത്? ഇത് സംബന്ധിച്ചുള്ള വ്യക്തമായൊരു അന്വേഷണം വേണമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാരണം നമ്മുടെ കുട്ടികളുടെ ജീവനെ ബാധിക്കുന്നൊരു കാര്യമാണ്. അട്ടക്കുളങ്ങര സ്കൂൾ ഒരു ഉദാഹരണം മാത്രമാണ്. മറ്റ് സ്കൂളുകളിൽ ഇത്തരത്തിലുള്ള പ്രക്രിയകൾ നടന്നിട്ടുണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ അതും അന്വേഷിക്കണം. ഇത്തരത്തിലുള്ള ദൗർബല്യം ഏതെങ്കിലും കെട്ടിടത്തിനുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തരത്തിലുള്ള ദൗർബല്യം, കുട്ടികളുടെ ജീവന് അപകടമുണ്ടാക്കുന്ന തരത്തിലൊരു ദൗർബല്യം സ്കൂളിൻ്റെ സമുച്ചയത്തിനുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടേണ്ടതും അത്യാവശ്യമാണ്. അതിന് പക്ഷേ ഈ അന്വേഷണം ഏതെങ്കിലും ഒരു ബിന്ദുവിൽ നിന്ന് തുടങ്ങിയേ മതിയാവുള്ളൂ. അത്തരത്തിലൊരു ബിന്ദുവായി അട്ടക്കുളങ്ങര സ്കൂളിൻ്റെ ഈ കെട്ടിടം തകർച്ച പരിണമിക്കട്ടെ എന്ന് ആശിക്കുന്നു. ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ, കാരണം കുട്ടികൾ നമുക്കെല്ലാവർക്കുമുണ്ട്, നമ്മുടെ എല്ലാവരുടെയും പരിചയത്തിലുണ്ട്, നമ്മുടെ ബന്ധത്തിലുണ്ട്. അവരെല്ലാം സ്കൂളുകളിൽ പോകുന്ന പ്രായത്തിലുള്ളവരും അവരുടെ കൂട്ടത്തിലുണ്ടാകാം. അത്തരത്തിലുള്ളവരുടെ സുരക്ഷയെ സംബന്ധിച്ച് നിങ്ങളുടെ ആശങ്കകളും അഭിപ്രായങ്ങളും തീർച്ചയായും ഞങ്ങളുമായി കമൻറ്റുകളിലൂടെ പങ്കുവയ്ക്കുക. സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.